അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് മമ്മൂട്ടിയുടെ ചിത്രത്തിന് കളക്ഷൻ കുറവാണ്, നീ പറയുന്നതൊക്കെ കള്ളമാണ് എന്ന് പറഞ്ഞ് എന്നെ നിരന്തരമായി ചീത്ത പിടിക്കുന്ന മമ്മൂട്ടി ആരാധകർക്ക് വേണ്ടി ഇത് ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കളക്ഷൻ കൂടാൻ പോകുന്നില്ല. ആ അവസ്ഥയിലേക്കാണ്. ഞാൻ നേരത്തെ രാവിലെ ഒരു വീഡിയോ ഇട്ടു. ഇത് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രം വിഷു തൂക്കുന്ന ലക്ഷണമാണ് കാണുന്നത് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം തന്നെ അത് കണക്കുകൾ ഉദ്ധരിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിന് കാരണം വ്യക്തവുമാണ്. കാരണം ടിക്കറ്റ് വിൽപ്പന ആലപ്പുഴ ജിംഖാനയ്ക്ക് കൂടുതലും മമ്മൂട്ടി ചിത്രം ബഫൂക്കയ്ക്ക് കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ആ ട്രെൻഡ് മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം അങ്ങ് പറഞ്ഞതല്ല. നേരത്തെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു, തീ കളക്ഷനായിരുന്നു ഇന്നലെ ബഫൂക്ക നേടിയത്. ഏകദേശം 3,75,00,000 രൂപ ഇന്ത്യയിൽ ഒട്ടാകെ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം കേരളത്തിൽ നിന്ന് 3,23,00,000 രൂപയായിരുന്നു ഇന്നലെ കളക്ട് ചെയ്തത്. പക്ഷേ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രത്തിന് 2,25,00,000 രൂപയെ കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ 1 കോടി രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ടിനും തമ്മിൽ. പക്ഷേ രണ്ടാമത്തെ ദിവസം വന്നു കഴിഞ്ഞപ്പം ഇതിന് മാറ്റമുണ്ടാകുന്നു എന്ന് ഇന്നലത്തെ ഇതും പ്രകാരം തന്നെ നമ്മൾ പറഞ്ഞു. ആ ട്രെൻഡിങ്ങും പ്രകാരം തന്നെ നമ്മൾ പറഞ്ഞു. അത് കൃത്യമാണ്. അതിനാരെങ്കിലും വന്ന് നമ്മളെ ചീത്ത വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് പതിവിലും കൂടുതൽ ഊർജ്ജഫലമായി എന്നെ ചീത്ത വിളിക്കാം, എന്നെ പണ്ട് പറയാം, എന്തു വായിക്കൂ. എന്നാൽ നമുക്ക് സത്യം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബഫൂക്ക നേടിയ ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഞെട്ടാൻ തയ്യാറായിരിക്കും. നമ്മുടെ അയർലൻഡ്, UK നമ്മുടെ മമ്മൂട്ടി ചിത്രം ബഫൂക്ക നേടിയത് 15,126 പൗണ്ടാണ് നേടിയത്. പക്ഷേ ആലപ്പി ജിംഖാന എന്ന് പറയുന്ന ചിത്രം, ഒരു യുവതാരത്തിൻ്റെ ചിത്രം, മമ്മൂട്ടി എന്ന് പറഞ്ഞ മെഗാസ്റ്റാറിനെ കടത്തിവെട്ടി 28,186 പൗണ്ട് നേടി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അത് കൃത്യമായിട്ടുള്ള കണക്കാണ്. അതിന് നമ്മളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൃത്യമായ സമയത്ത് നമ്മളെ ചീത്ത വിളിക്കാതെ പോയി തിയേറ്ററിൽ പോയി പണം കാണാൻ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. ഇത് ചീത്ത വിളിക്കുന്നവരെയും അതുപോലെ മമ്മൂട്ടിയുടെ വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ രീതി എനിക്ക് തോന്നുന്നു ഇത് ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്ന് വീഡിയോയും കമൻറ്റും ഒക്കെ ഇട്ട് മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്ന രീതി മാത്രമേ ഉള്ളൂ. ഇവർ കൃത്യമായിട്ട് തിയേറ്ററിൽ പോയി പണം കാണാനും 10 പേരെ കൂട്ടി പടത്തിന് പോകാനും ഒന്നും ഇവർ തയ്യാറാവുന്നില്ല. എന്നിട്ട് മറ്റുള്ളവരെ ചീത്ത വിളിക്കുക എന്നുള്ള രീതി തന്നെയാണ് ഇവർ തുടരുന്നത്. അതുപോലെ തന്നെ വേറൊരു കണക്ക് പറയാം. ബാക്കിയുള്ള രാജ്യങ്ങളിലെ, വിദേശ രാജ്യങ്ങളിലെ എല്ലാം കണക്ക് പറയാം. നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു മലയാള സിനിമ നേടാവുന്നതിൻ്റെ പരമാവധി തുക നേടിയെടുത്തു. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് മലയാള സിനിമ കാണുന്നതും മമ്മൂട്ടിയെ പോലുള്ള ഒരു നടൻ്റെ ചിത്രങ്ങൾ അവിടെ റിലീസ് ചെയ്യുന്നത്. റിലീസിങ് കേന്ദ്രങ്ങളൊക്കെ ഒത്തിരി കിട്ടി. പക്ഷെ നോർത്ത് അമേരിക്കയിൽ നിന്ന് $5,180, UK നിന്ന് 12,529 പൗണ്ട്, അയർലൻഡിൽ നിന്ന് 2,598 പൗണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് 13,781 ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലാൻഡിൽ നിന്ന് 4,993 ന്യൂസിലാൻഡ് ഡോളർ, ടോട്ടൽ $40,000. അങ്ങനെ 35 ലക്ഷം രൂപയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്നലെ മമ്മൂട്ടി ചിത്രം ബഫൂക്ക നേടിയത്. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം ഇതിനകത്ത് വന്നിട്ടില്ല. കാരണം അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കിൽ കിട്ടിയിട്ടില്ല. അത് മികച്ചൊരു കളക്ഷൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഓവർസീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 50 ലക്ഷം രൂപയാണ് കിട്ടിയത്. അങ്ങനെ ടോട്ടല് കേരളത്തിൽ നിന്ന് 3,23,00,000, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 50 ലക്ഷം, ഓവർസീസിൽ നിന്ന് 50 ലക്ഷം, അങ്ങനെയുള്ള തുകയായിരുന്നു ഇന്നലെ കളക്ഷനായിട്ട് വന്നത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള
കളക്ഷൻ കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നിട്ടില്ല എന്ന് നേരത്തെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇത് പെട്ടെന്ന് പുറത്ത് വിടേണ്ടതാണ്. സാധാരണ രണ്ടാമത്തെ ദിവസമൊക്കെ പുറത്ത് വരുന്നതാണ് ആദ്യത്തെ ദിവസം. പ്രത്യേകിച്ചും മമ്മൂട്ടി ചിത്രങ്ങളിലേക്ക് കണക്കുകളെന്ന് പറഞ്ഞാൽ ഇത്ര കോടി നേടിയെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ അടിച്ച് വിതരണം ചെയ്യുന്ന അവസ്ഥയാണ്. പക്ഷേ ഇപ്പം വന്നിട്ടില്ല. അത് കൃത്യമായിട്ട് ചില ആൾക്കാർ കിംവദന്തി എന്ന് പറയുന്നത് ഉദ്ദേശിച്ച കളക്ഷൻ ഇത് നേടിയിട്ടില്ല, അതുകൊണ്ടാണ് പുറത്തു വിടാത്തത് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതെന്തുമാത്രം സത്യമാണ് എന്നെനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ചീത്ത വിളി കേൾക്കാനുള്ള ഓരോ പഴുതി ഞാൻ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇപ്പം കിട്ടിയ ട്രാക്കേഴ്സ് നൽകുന്ന ട്രാക്കിംഗ് ഗ്രോഫ് ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തെ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഇന്നലെ മമ്മൂട്ടി ചിത്രമായ ബഫൂക്കയ്ക്ക് കിട്ടിയത് 1,64,00,000 രൂപയായിരുന്നു ഇന്നലെ കിട്ടിയത്. പക്ഷെ ഇന്ന് ഇതേ ടൈമിൽ കിട്ടുന്നത് 1,13,00,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇന്നലെ 1,64,00,000 രൂപ കിട്ടിയപ്പോൾ 3,23,00,000 രൂപയെ കിട്ടിയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ഇന്നലത്തേനേക്കാൾ കളക്ഷൻ കുറയും. അത് ചിലപ്പം 2.5 കോടിയിൽ ചെന്ന് നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അല്ലാതെ നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ മനക്കണക്ക് കൊണ്ടുവന്ന മമ്മൂട്ടിയുടെ ചിത്രമല്ലേ അതുകൊണ്ട് ഇത് കുറച്ചേക്കാം എന്ന് വിചാരിക്കുന്നതല്ല. ഒരു വശത്ത് നഫലിൻ്റെ ചിത്രമല്ലേ, ആലപ്പി ജിങ്കാനയല്ലേ, ഖാലിദ് റഹ്മാൻ്റെ ചിത്രമല്ലേ, എന്നാൽ ഇച്ചിരി കൂട്ടി പറഞ്ഞേക്കാം എന്ന് പറയുന്നതല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നാകും എന്നെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞു ആലപ്പുഴ ജിങ്കാന തകർത്ത് വാരി മുന്നോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. കാരണം പ്രീഫെയിൽ കളക്ഷനിൽ 91 ലക്ഷം രൂപ ആലപ്പുഴ ജിങ്കാന നേടിയപ്പം മമ്മൂട്ടി ചിത്രത്തിന് കേവലം 71 ലക്ഷം രൂപ മാത്രമേ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടാൻ പറ്റിയിട്ടുള്ളൂ. ഏകദേശം 20 ലക്ഷം രൂപയുടെ കുറവ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ വേറെ ഒരു കണക്കും കൂടെ ഞാൻ പറയാം. ഇപ്പം ബുക്ക് മൈ ഷോയിൽ നമ്മൾ ഈ ഡീറ്റെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അത് ആർക്കും എപ്പം വേണമെങ്കിലും പരിശോധിക്കാം. നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന കണക്കല്ല. ബുക്ക് മൈ ഷോ എന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് അറിയാം. ഈ വിവരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആലപ്പി ജിങ്കാന എന്ന് പറയുന്ന ചിത്രം മുന്നിൽ കയറിയെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ ഖാലിദ് റഹ്മാൻ എൻ്റെ മാമൻ്റെ മോനൊന്നും ആയിട്ടല്ല ഞാനിങ്ങനെ ആ ചിത്രം മുന്നിൽ കയറി. സത്യം പറഞ്ഞാൽ എനിക്ക് മരണമാസമാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ അതിന് കളക്ഷൻ കയറുന്നുമില്ല, കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മരണമാസം എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചിത്രമാണ് ഇച്ചിരി കൂട്ടി പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് പറയുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം ബുക്ക് മൈ ഷോയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വിറ്റ് പോകുന്നത് ആലപ്പി ജിങ്കാന എന്ന ചിത്രം 7,750 ടിക്കറ്റ് വിറ്റ് പോകുന്നുണ്ട്. രണ്ടാമത്തെ ദിനം ഈ രീതിയിൽ ടിക്കറ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ ആ പണം ക്ലിക്കായി എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ മരണമാഫ് 2,830 ടിക്കറ്റ് വിറ്റ് പോകുന്നുണ്ട്. കാരണം ഇന്നലെ 1,500 ടിക്കറ്റ് മാത്രമേ മണിക്കൂർ വിറ്റ ചിത്രം ഇപ്പം 2,830 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് പോകുന്നുണ്ടെങ്കിൽ ആ ചിത്രവും ക്ലിക്കായിട്ടുണ്ട്. പക്ഷേ ബഫൂക്കയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ 2 ചിത്രങ്ങൾ വെച്ചടി മുന്നോട്ട് കയറുമ്പോൾ 4,160 ടിക്കറ്റ് മാത്രമേ ഈ ചിത്രം വിൽക്കുന്നുള്ളൂ. മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച വലിയ ഹൈപ്പുള്ള ഒരു ചിത്രം രണ്ടാമത്തെ ദിനം വന്നപ്പോൾ ഈ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് താഴേക്ക് വരുന്നു എന്നാണ് നമുക്കിന്ന് മനസ്സിലാകുന്നത്. മരണമാഫിനേക്കാളും താഴെയല്ല, പക്ഷെ മരണമാഫ് ടിക്കറ്റിൻ്റെ എണ്ണം കൂട്ടുന്നുണ്ട്, ബഫൂക്ക ടിക്കറ്റിൻ്റെ എണ്ണം കുറച്ചാണ് വരുന്നത്. 4,160 ടിക്കറ്റ് മണിക്കൂർ വിൽക്കുന്നുള്ളൂ. അപ്പം കളക്ഷൻ കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഫൂക്കയുടെ ഇരട്ടി ടിക്കറ്റാണ് നെഫ്ലിൻ്റെ ചിത്രം വിൽക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ട്രെൻഡ് കാണിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ വന്ന് മനഃപൂർവ്വം മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞ് ഈ പടം അങ്ങ് പൊട്ടിച്ചേക്കാമെന്നുള്ള വിചാരം എനിക്കില്ല. പിന്നെ വേറൊരു കണക്ക് പറയാം. അജിത്തിൻ്റെ
ഗുഡ് ബാൺ അഗ്ലി എന്ന് പറയുന്ന ചിത്രം ഒരു എന്താ പറയുക, അജിത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം കണ്ടുകൊണ്ടിരിക്കാവുന്ന ചിത്രമാണ്. കേരളത്തിൽ തിയേറ്ററുകളുടെ എണ്ണം കുറവാണ്, 200 ചില്ലാനം ഷോകം കണ്ടേ ഉള്ളൂ. പക്ഷേ അവിടെ കിട്ടിയ കളക്ഷൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. 75 ലക്ഷം രൂപ കിട്ടി. ഇന്ന് തന്നെ പ്രീ ഫെയിൽ ഇനത്തിൽ 12 ലക്ഷം രൂപയോളം ഈ ചിത്രം നേടിയിട്ടുണ്ട്. ഇന്നും അതുപോലൊരു തുക തന്നെയായിരിക്കും കിട്ടുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ അജിത്തിൻ്റെ ഇന്നേ വരെയുള്ള ചിത്രങ്ങളിലെ കളക്ഷൻ റെക്കോർഡ് തിരുത്തി കുറിച്ചു. 30,80,00,000 രൂപയാണ് ആദ്യ ദിനം നേടിയത്. രണ്ടാം ദിനം ആ ചിത്രം വിറ്റുപോകുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് 17,820 ടിക്കറ്റാണ് വിറ്റുപോകുന്നത് ഓരോ മണിക്കൂറിലും. ആ സ്ഥാനത്ത് മമ്മൂട്ടിയുടെ ചിത്രം 4,160 ടിക്കറ്റേ വിൽക്കുന്നുള്ളൂ. അപ്പം 17,820 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് പോകുമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ടിക്കറ്റ് 24 മണിക്കൂർ കൊണ്ട് ഈ ചിത്രം വിറ്റ് പോകും. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ കളക്ഷൻ കൂടും. ഏകദേശം 25 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ആയിരിക്കും തമിഴ്നാട്ടിൽ ഇന്നും ഉണ്ടാകുന്നത്. അങ്ങനെ 2-3 ദിവസം കൊണ്ട് 100 കോടിക്ക് മുകളിൽ ഈ ചിത്രം നേടാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കണക്കൂട്ടി പറയുന്നത്. അപ്പം ഗുഡ് ബാൺ അഗ്ലി എന്ന് പറയുന്ന ചിത്രം അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വിജയമായിട്ട് മാറുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആരൊക്കെ എന്തൊക്കെ പറയാനും വിദേശ രാജ്യങ്ങളിൽ നല്ല മാർക്കറ്റ് ഈ ചിത്രം നേടുന്നുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും നമുക്ക് വന്നിട്ടില്ല. അപ്പം മമ്മൂട്ടി ആരാധകർക്കും സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. അപ്പം ഇങ്ങനെയുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഒരു മമ്മൂട്ടി വിരുദ്ധനൊന്നുമല്ല. ഓക്കെ ബൈ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ ഓക്കെ ബൈ.